ഈ സൂപ്പർ മാർക്കറ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും BJP വലിയ തോതിൽ സമ്പന്നരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ശിവരാമപുരം നഗറിൽ ഇത്തരം ഒരു പരാതി ഉയർന്നിരുന്നു. പണം നൽകി 2000 രൂപ വെച്ച് നൽകിയെന്ന ഒരു പരാതി ഉയർന്നു. പക്ഷേ പിന്നീട് അത് വലിയ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, BS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള LDFിൻ്റെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തൊട്ടപ്പുറത്ത് BJPയുടെ പ്രകടനവും നടക്കുന്നുണ്ട് എന്നാണ്. ഓട്ടോറിക്ഷ അതിലുള്ള ഒരു റാലിയും നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്തേക്ക് കൂടുതൽ പോലീസ് എത്തിച്ചേരുന്നുണ്ട്. സ്വാഭാവികമായും BJPയുടെ പ്രാദേശിക നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി കിറ്റുകൾ നൽകുന്നു. അതും പാവപ്പെട്ട കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് കിറ്റുകൾ വിതരണം ചെയ്യുന്നു എന്നതാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്നത്. പരിസരത്തുള്ള ആളുകളൊന്നും അല്ലല്ലോ, അവിടെ എത്തുന്ന ആളുകളോട് പറഞ്ഞുമല്ല, ഇത് ആ കടയുടെ പുറകുവശത്ത് അത് സൂക്ഷിച്ചു വെക്കുന്നു. കൃത്യമായി ദൂരെയുള്ള പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടം നോക്കി അവിടേക്ക് ഈ അറിയിപ്പ് നൽകി അവരെ വിളിച്ചു വരുത്തി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സ്വാഭാവികമായും അതിലൊരു ഇത്തരം ഒരു ലക്ഷ്യം വളരെ പ്രകടമാണല്ലോ ജയ്സൺ. അതെ, അത് തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായും BJP നേതാക്കൾ നേരിട്ട് പോയിട്ടല്ല ശിവരാമപുരം നഗറിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി അവിടെ നിന്നുള്ള 3-4 കുടുംബങ്ങളെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം അവർ വന്ന് വാങ്ങിക്കൊണ്ടുപോയി ആ നഗറിലുള്ള മറ്റുള്ളവരോട് ഇത്തരം ഒരു കിറ്റ് വിതരണം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. മറ്റു വീടുകളിലുള്ള സ്ത്രീകൾ, അവർ വളരെ പാവപ്പെട്ട കുടുംബം ഉൾപ്പെടുന്നവരാണ്. അവർ സ്വാഭാവികം ഇവിടേക്ക് വരുന്നു, കിറ്റുകൾ വാങ്ങിപ്പോകുന്നു. അങ്ങനെ വാങ്ങിപ്പോകുന്നതിനിടയിലാണ് LDF പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലീസ് വാഹനങ്ങളൊക്കെ കൂടുതൽ എത്തിച്ചേർന്നതിൻ്റെ ഒരു ഭാഗത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് BJPയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകളെ നിർത്തിക്കൊണ്ടുള്ള റാലി അല്പസമയത്തിനകം അതിന് ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇത്തരമൊരു വിഷയമുണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും തൊട്ടപ്പുറത്തെ വീടുകളിലേക്ക് സ്ത്രീകൾ കിറ്റുമായി എത്തുമ്പോൾ എവിടെ നിന്നാണ് ചോദിക്കുന്നു. സ്വാഭാവികമായും ഇന്ന സ്ഥലത്തുനിന്ന് കൊടുക്കുന്നുണ്ട്, സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ സമീപത്തെ വീടുകളിൽ നിന്ന് ഓരോരുത്തരായി ഇവിടെ വരുന്നു. കാർത്തിക സൂപ്പർ മാർക്കറ്റിലാണ് തൃശ്ശൂരിൽ ഇത്തരത്തിൽ വോട്ടിന് കിറ്റ് എന്ന ഒരു അട്ടിമറി ശ്രമം നടത്തിയിരിക്കുന്നത്. അതിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കിട്ടിയിരിക്കുന്നു. ഇടതുപക്ഷ നേതാക്കളെല്ലാം നമുക്ക് VS സുനിൽകുമാറിനെ ഒക്കെ കാണാൻ കഴിയും. VS സുനിൽകുമാറോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥനാണ്. ഇങ്ങനെ കിറ്റുകൾ 900 രൂപയാണ് ഒരു കിറ്റിന് വില വരുന്നത്. കിറ്റുകൾ തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. അവിടെ വരുന്ന ആളുകൾക്ക് അത് കൈമാറുകയും ചെയ്തു. ആരാണ് അത് ഏൽപ്പിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല. വലിയ സമ്മർദ്ദത്തിലാകുമല്ലോ സ്വാഭാവികമായും. എന്തായാലും വലിയ നിയമ നടപടികളിലേക്ക് പോകാൻ ഉതകുന്ന തരത്തിൽ തെളിവുകളോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നത് എന്നത് പ്രധാനമാണ്.